നമസ്കാരം. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ ദുബൈയിൽ നിന്നും പോകണമെന്നൊന്നുമില്ല കേട്ടോ. മണലാരണ്യങ്ങളും ഒട്ടകങ്ങളും പോരെ. അങ്ങനെയുള്ള ഒരു ദുബായ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്, രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന ജില്ലയിൽ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ജയ്സാൽമീർ സിറ്റിയിൽ കൂടിയാണ്. ഈ സിറ്റിയുടെ പേര് ഗോൾഡൻ സിറ്റി. മഞ്ഞ നിറത്തിലുള്ള സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് മിക്കവാറും ഫോർട്ടുകളും കെട്ടിടങ്ങളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ സിറ്റി എന്ന് പറയപ്പെടുന്നത്. ജയ്സാൽമീർ ജില്ലയിൽ കുറേ ഗ്രാമങ്ങളുണ്ട്, മുഴുവൻ മണലാരണ്യങ്ങളാണ്. പല ഗ്രാമങ്ങളും ടൂറിസ്റ്റ് സെൻറ്റേഴ്സാണ്. അങ്ങനെയുള്ള ഒരു ഗ്രാമമാണ് സാം, SAM, സാം. സാമിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. 14 പേര് ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പ്. ഞാൻ, വൈഫ്, ബ്രദർ, വൈഫ്, പിന്നെ 10 പേര് വെളിയിൽ നിന്നും. ഇതാണ് റിസോർട്ട്. ഇവിടെ താമസിച്ചുകൊണ്ടാണ് മരുഭൂമിയിലെ ഒട്ടക സവാരിയും മരുഭൂമി കാണാനും മറ്റുമൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷായതിനു ശേഷം ഉടൻ തന്നെ നേരെ ഇരുട്ടുന്നതിന് മുമ്പ് ഒട്ടക സവാരിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അതിനുള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ടു. മരുഭൂമിയുടെ നടുക്കുകൂടി റോഡ്. വഴിയിൽ ഒട്ടകങ്ങളും മറ്റും കാണാം. ഒരു പ്രശ്നമുണ്ട്, നല്ല പൊടിക്കാറ്റുണ്ട്. കാഴ്ച തന്നെ മറയ്ക്കുന്ന രീതിയിലുള്ള ഒരു പുക പോലെ, ഈ മൂടൽമഞ്ഞ് പോലെ, അതാണ് പൊടിക്കാറ്റ് ഇവിടുത്തെ. റിസോർട്ടിൽ നിന്നും പ്രത്യേക ജീപ്പിലാണ് ഇങ്ങോട്ടുള്ള യാത്ര. ഇവിടെ എത്തിയതിന് ശേഷം ജീപ്പുകൾ കാണാം. ഇവിടെ നിന്നാണ് നമ്മളെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി. അതിനുള്ള ആൾക്കാരെല്ലാം ഉണ്ട്, ഒട്ടകങ്ങളും ഒക്കെ തയ്യാറായി നിൽപ്പുണ്ട്. ബാർഗെയിൻ ചെയ്ത് നിരക്ക് ഉറപ്പിച്ചതിന് ശേഷം ഈ 2 പേര് ഓരോ ഒട്ടകത്തിൻ്റെ പുറത്ത്. ഒട്ടക സവാരി ഉൾപ്പെട്ടതായിരുന്നു ഞങ്ങളുടെ ടൂർ പാക്കേജ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ബാർഗെയിൻ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ചെറിയ ടിപ്പ് കൊടുക്കേണ്ടതായിട്ട് വന്നു, അത്രയേ ഉള്ളൂ. മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു കേട്ടോ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുക എന്നതും അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യുക എന്നതും. കാറ്റും പൊടിയുമാണ് ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നത്. ചിലരുടെ കയ്യിൽ മാസ്ക് ഉണ്ടായിരുന്നു, അവർ കരുതിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിലെ ദുബായിൽ പോയി മരുഭൂമി കണ്ടു, ഒട്ടകത്തിൻ്റെ പുറത്തും കയറി. അതാണ് ജയ്സാൽമീരിൽ പോയാലുള്ള ഗുണം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരാണിവർ. 4 പേർ ഞങ്ങൾ കേരളത്തിൽ നിന്നും, പിന്നെ ഡൽഹിയിൽ നിന്ന് 2 പേര്, പഞ്ചാബിൽ നിന്ന് 2 പേര്, ഗാസിയാബാദ്, വാരണാസി, ഹൈദരാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മറ്റുള്ളവർ. പേരൻസ് ഹോളിഡേ അവരായിരുന്നു ടൂർ ഓപ്പറേറ്റേഴ്സ്.
സവാരി കഴിഞ്ഞ് തിരിച്ച് റിസോർട്ടിൽ. ദുബായ് മരുഭൂമിയിൽ ബെല്ലി ഡാൻസ് ആണെങ്കിൽ രാജസ്ഥാനിലെ ജയ്സാൽമീർ മരുഭൂമിയിൽ രാജസ്ഥാനി ഡാൻസ്. ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഡാൻസിൽ പങ്കുചേർന്നു. ഇവർക്ക് ഡാൻസ് ചെയ്യാനായിട്ട് അവർ ഹിന്ദി പാട്ടാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ അത് കോപ്പിറൈറ്റ് ഉള്ള കാരണം ആ പാട്ട് മാറ്റിയിട്ട് രാജസ്ഥാനി ട്യൂൺസിൻ്റെ കൂടെ ചേർത്തതാണ് കേട്ടോ.